All set for the show. Here we go. ആവേശകരമായ ഒരു മത്സരം തുടങ്ങുകയാണ്. അമ്മ കുടുംബ സംഗമത്തിൽ ഫുട്ബോൾ നഗരിയിൽ അറാടിച്ചുകൊണ്ട് ആവേശകരമായ ഒരു മത്സരം. ഇതാ മമ്മൂക്ക ടീമും സുരേഷ് ഗോപി ചേട്ടൻ ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരം. നിങ്ങളിത് കാണുവിൻ, നിങ്ങളിത് വിശ്വസിക്കുവിൻ. മഹാപേമേരിയുടെ കൊടുങ്കാറ്റിന്റെ ശക്തിയിലും താരങ്ങൾ വിണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി കളിക്കുന്ന അപൂർവ നിമിഷം കാണോ. ഇതാ ലാലേട്ടന്റെ ടീമും സുരേഷ് ചേട്ടന്റെ ടീമും തമ്മിലുള്ള മത്സരമാണ്. മണികണ്ഠൻ ഗോളിന്റെ പരിസരത്തേക്ക് വന്നപ്പോൾ രാജീവ് പിള്ള ഏറ്റെടുക്കുന്നു. കൈലാഷ് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നുവെങ്കിലും വിദ്യ ഒന്ന് ഞെട്ടി. തനിക്ക് ആ ഗോൾ പിടിക്കാനാകുമോ എന്ന് ഒരു നിമിഷം വിദ്യ ഞെട്ടിയെങ്കിലും സഞ്ജു ഇതാ ദിനേശ് അത് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. കൈലേഷ് അത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഡിഫൻഡറായി ലാലേട്ടന്റെ ടീമിൽ നിൽക്കുന്ന രാജീവ് പിള്ള കൈലേഷൻ തന്റെ ബോൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ 4-ാം നമ്പറിൽ സഞ്ജു ഇടിച്ച് കയറുന്നുണ്ട്. ടിനി എന്താണെന്നറിയില്ല. ടിനിക്കൊരു ബോൾ കിട്ടിയാൽ ഗോളടിക്കുമെന്ന വാശിയോടെ ടിനി ടോം നിൽപ്പുണ്ട്. ബോൾ കിട്ടില്ല എന്നോർത്ത് ദിനേശ് തലചൊറിഞ്ഞ് നിൽക്കുമ്പോൾ 4-ാം നമ്പറിൽ സഞ്ജു ഇതാ 7-ാം നമ്പറിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഗോളിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പോസ്റ്റ് കവർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ഊഴം മനസ്സിലാക്കിയപ്പോൾ രാജീവ് പിള്ളയ്ക്ക് ആ ബോൾ അങ്ങോട്ട് വന്നത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് വിഷ്ണുവിനെ നോക്കുന്നത് കണ്ടു. ഇതാ വിജയേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. 6-ാം നമ്പറിൽ കൈലേഷിലേക്ക് തന്നെയാണ്. എൻ്റെ അടുത്തേക്ക് ബോൾ വരരുത് എന്ന് പ്രാർത്ഥിച്ച കൈലേഷിന്റെ അടുത്തേക്കാണ് എല്ലാ ബോളും വരുന്നത്. ഇതാ ടിനി ടോമിന്റെ കയ്യിൽ ബോൾ കിട്ടിയിരിക്കുകയാണ്. ടിനി അത് വളരെ ഭംഗിയായി അത് ദിനേശിന് പാസ് ചെയ്ത സിദ്ധാർത്ഥും വാശിയേറിയ മത്സരമായിരുന്നു. രാജീവ് പിള്ള ഒരു ബോളും തന്റെ സൈഡിലേക്ക് വിടില്ല എന്ന വാശിയോടുകൂടി മണികണ്ഠൻ സിദ്ധാർത്ഥ് മണികണ്ഠൻ ഗോളായില്ല. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വിദ്യ ഒരു ഭയങ്കരമായ സേവിങ് നടത്തിയിരിക്കുന്നു. 12-ാം നമ്പറിൽ വിനു മോഹൻ ഇത് കാണുന്നുണ്ടോ? വിദ്യ സുരേഷ് ഗോപി ചേട്ടന്റെ ടീമിന്റെ മാനം കാക്കുവാൻ ആഞ്ഞിറങ്ങിയിരിക്കുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു സൈഡിലൂടെ മുന്നേറുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവും ദിനേശും ഇവിടെ ബാക്ക് പേഡിൽ അതിൽ ഡിഫൻഡർ പോർഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. 8-ാം നമ്പറിൽ മണികണ്ഠൻ ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് രാജീവ് പിള്ള വളരെ മനോഹരമായിട്ട് അത് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. കൈലാഷ് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിഷ്ണു വീണ്ടും ഗോളടിക്കുമെന്ന വാശിയോടുകൂടി വരുമ്പോൾ ടിനിയെ സിദ്ധാർത്ഥ് 7-ാം നമ്പറിൽ സിദ്ധാർത്ഥ് നേരെ മണികണ്ഠൻ ആ ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. 4-ാം നമ്പറിൽ സഞ്ജു ഗോളാകേണ്ടതായിരുന്നു. വീണ്ടും 4-ാം നമ്പർ സഞ്ജുവിലേക്ക് തന്നെ ബോൾ വന്നു. ദിനേശ് തട്ടി കോർണറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഷൈജു ദാമോദരൻ ഇവിടെ എത്തിയോന്ന് ഞാൻ അതിശയിച്ചു പോയി. പ്രചോദന അമേസിംഗ് കമന്ററി. ഒരു വലിയ കൈയടി പ്രചോദന. സ്വയം കൈയടിക്കാൻ പ്രചോദന നല്ല കൈയടി. ഓൾ ഓഫ് യു. പ്രചോദന സ്ഫോടനാത്മകമായ കമന്ററി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശഭരിതമായ മത്സരം മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ്. കൈലേഷ് മുന്നേറുകയാണ്. പക്ഷേ രാജീവ് അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് അത് വീണ്ടും കോർണറിലേക്ക് പോയിരിക്കുകയാണ്. ആ ബോള് സഞ്ജു ഗോളിക്ക് കൈമാറിക്കൊണ്ട് ദിനേശ് എന്ന് കൈകാര്യം ചെയ്ത് ഡിഫൻസിൽ നിന്ന് ദിനേശ് നേരെ ഫോർവേഡിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അവിടുന്ന് സൈഡ് വിങ്ങിലൂടെ സിദ്ധാർത്ഥ് കയറുന്നു. ഗോളായില്ല. ഏകദേശം അതിന്റെ അരികത്ത് വന്ന് ആ ബോൾ അവിടുന്ന് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു ഇവിടെ. പക്ഷേ ജയശ്രീ എന്ന ഗോൾ കീപ്പറിന്റെ സംയോജിതമായ ഇടപെടൽ കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. സഞ്ജു ഇവിടെ ഒരു ഗോളിനായുള്ള ശ്രമം. സിദ്ധാർത്ഥ് മേനോൻ വട്ടമിട്ട് കറങ്ങുന്നു. വിഷ്ണു മുന്നേറുകയാണ്. കൈലാഷ് ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ ദിനേശ് അതിനെ ഡിഫെൻഡ് ചെയ്ത് ആ ബോള് വീണ്ടും കൈലാഷ് അത് ടിനി ടോമിനെ പാസ് ചെയ്യുന്നു. ടിനി ഇതെങ്ങോട്ട് കളിക്കണോ ഒരു കൺഫ്യൂഷനിൽ ടിനി നിൽക്കുകയാണ്. അങ്ങോട്ട് കളിക്കണോ അതോ ഇങ്ങോട്ട്? വീണ്ടും കൈലേഷിലേക്ക് തന്നെ ബോൾ കിട്ടിയിരിക്കുകയാണ്. കൈലേഷ് അത് ഗോളടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ദിനേശ് അത് വിദഗ്ധമായി അത് സേവ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗോളിനായി ദാഹിക്കുന്ന രണ്ട് ടീമുകളാണ് പ്രചോദനം നമുക്ക് ഇവിടെ സാധിക്കുന്നത്. വളരെ നല്ലൊരു മുന്നേറ്റം രണ്ട് ടീമിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ സഞ്ജുവിന്റെ കാലുകളിൽ പന്ത്. നല്ലൊരു പാസ് അവിടെ സിദ്ധാർത്ഥ് മേനോനിലേക്ക് ട്രിപ്പിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കയറുന്നു. വളരെ സിദ്ധാർത്ഥും മണികണ്ഠൻ മനോഹര
അടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. കനലാണെന്ന് കരുതി ചെയ്യാൻ നിൽക്കണ്ട, വളരെ മനോഹരമായ ഒരു ഗോൾ മണികണ്ഠൻ അടിച്ചിരിക്കുകയാണ്. ഗോളി ആ ഗോൾ കാണുന്നതിന് മുമ്പേ ഗോൾ പോസ്റ്റിലേക്ക് കയറിയല്ലേ, എന്താണ് അതെ, വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. വളരെ നല്ലൊരു ഫിനിഷ് കൂടി അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ജയശ്രീക്ക് അവിടെ അത് തടുക്കാൻ സാധിക്കില്ല. വളരെ നല്ലൊരു ഗോൾ കീപ്പറാണ് ജയശ്രീ. ഇവിടെ മുന്നോട്ട് കയറി വരികയാണ് ക്യാപ്റ്റൻ. അദ്ദേഹം ഗോൾ അടിക്കുമെന്ന വാശിയോടെ മുമ്പോട്ട് വന്നു. പക്ഷേ അതാ വീണ്ടും വിഷ്ണു അത് സേവ് ചെയ്ത് അടുത്ത ഗോൾ അടിക്കാനുള്ള ശ്രമത്തിലേക്കാണ്. വിഷ്ണു പാസ് ചെയ്യുന്നു. വിദ്യ അത് കറക്റ്റായിട്ട് വിദ്യയുടെ കൈകൾ ഭദ്രമായിരുന്നു. പക്ഷെ വിദ്യ അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഫ്രണ്ട്ഷിപ്പ് വേറെ, കളി വേറെ. രാജീവ് പലതും പറയും, വിദ്യ നോക്കണ്ട, എറിഞ്ഞു കൊടുക്കും വിദ്യ. അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് വീണ്ടും ഗോളടി. ഇതാ മണികണ്ഠൻ തന്നെ ലക്ഷ്യമാക്കി. രാജീവ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. രാജീവ് വളരെ സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതാ കൈലാഷും വാശി എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത് ഗോളടിച്ചേ മതിയാകൂ. ഇതാ ഫോർവേഡിൽ നമ്മുടെ രാജീവ് പിള്ള ഗോൾ പോസ്റ്റിനടുത്ത് നിൽക്കുമ്പോൾ കൈലേഷ് ആ ബോള് എങ്ങനെ രാജീവ് പിള്ളയുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന വാശി ഉണ്ടെങ്കിൽ പോലും അത് നേരെ അപ്പുറത്ത് പോസ്റ്റിന്റെ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പ്രചോദനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അറ്റാക്ക് നോക്കുക, രാജീവ് പിള്ളയുടേതായിക്കോട്ടെ. അതുപോലെ തന്നെ ഇവിടെ തിരിച്ച് മറു അറ്റാക്ക് നമുക്ക് കാണാം. സഞ്ജു, അതുപോലെ തന്നെ സിദ്ധാർത്ഥ്. ഷോട്ടായിരുന്നു അത്. ഭയങ്കര അറ്റാക്കാണ്. ടിനി അണയ്ക്കുന്നുണ്ട്. അറ്റാക്ക് വരുമോ? ടിനി പേടിക്കണ്ട, വേണമെങ്കിൽ ഇത്തിരി വെള്ളം തരാമെന്ന വാശിയോട് കൂടിയാണ് ഇവിടെ ഹൈദർ അലി നിൽക്കുന്നത്. കരയ്ക്ക് അവിടെ നിൽക്കുന്നു. ഷാജുവും കോട്ടയം നസീറും ഒക്കെ അടുത്ത് ഗോളടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഉണ്ണി ശിവപാൽ റെഡിയായി നിൽക്കുകയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങാനായി. ഇത് രാജീവ് പിള്ള ഒരു ത്രോ കൈലാഷാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗോൾ ഉറപ്പായും തിരിച്ചടിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ കൈലാഷും രാജീവ് പിള്ളയും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒക്കെ തന്നെ മുന്നേറുകയാണ്. എന്നാൽ ഗോൾ വിട്ട് കൊടുക്കില്ല. 1-0 ലീഡ് സിദ്ധാർത്ഥ സേവ് ചെയ്ത് നേരെ ബൗണ്ടറി സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതൊരു ത്രോ വീണ്ടും കൈലാഷിന് കിട്ടിയിരിക്കുകയാണ്. ഒരു ഗോളായുള്ള ശ്രമം ഇവിടെ നമുക്ക് കാണാം. കൈലാഷിന് നല്ലൊരു പാസ്. രാജീവിന്റെ അതിമുന്നേറ്റമായിരുന്നു. പക്ഷേ ബോൾ ഗ്രൗണ്ടിന് വെളിയിലേക്ക് പോയിരിക്കുന്നു. വിദ്യ അതെടുത്ത് പാസ് ചെയ്യാൻ പോകുന്നു. വളരെ വിദഗ്ധമായിട്ട് തന്നെ സിദ്ധാർത്ഥ സഞ്ജുവിന് പാസ് ചെയ്തിരിക്കുന്നു. സഞ്ജു നമ്മുടെ മണികണ്ഠൻ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. മണികണ്ഠനെ വീഴ്ത്തിക്കൊണ്ട് രാജീവ് പിള്ള മുന്നേറുമ്പോൾ അതിവിദഗ്ധമായിട്ട് സഞ്ജു ആ പന്ത് സേഫാക്കി കളഞ്ഞിരിക്കുന്നു. ഇതാ രാജീവിന് ഒരു രക്ഷയില്ല. രാജീവ് ഇന്ന് കളം നിറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മിക്കവാറും തിരിച്ചൊരു ഗോൾ കയറാനുള്ള ഒരു സാധ്യത. അതാ മണികണ്ഠൻ ആ ബോൾ തിരിച്ച് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാജീവ് പിള്ളയിൽ നിന്ന് നമുക്ക് ആ ഒരു ആർജവം കാണാം. CCL കാണാറുള്ള അതേ ആവേശം ഇവിടെ അദ്ദേഹം കാഴ്ചവെക്കുന്നു. മറ്റൊരു ശ്രമം കൂടി വിഫലമാവുകയാണ്. ഒരു ഗോളിന് വേണ്ടി ദാഹിക്കുകയാണ് ഇവിടെ ടീം മമ്മൂട്ടി. മണികണ്ഠനും വിഷ്ണുവും ഒരിഞ്ഞ പോരാട്ടം. സിദ്ധാർത്ഥ് ഇതാ വീണ്ടും രാജീവ് പിള്ള ഒരു സൈഡിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. രാജീവ് ഗോളടിച്ച് അടങ്ങുന്ന വാശിയോടുകൂടിയാണ് മുന്നേറുന്നത്. ഇതാ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. സഞ്ജു അത് രക്ഷപ്പെടുത്തി. അതാ 4-ാം നമ്പറിൽ സഞ്ജു. കൈലാഷ് വീണ്ടും ഗോളടിക്കാൻ ഗോൾഡൻ ചാൻസ് ആയിരുന്നു. കൈലാഷ് നല്ല പാസ്സായിരുന്നു രാജീവിന്. So that's it. First half കഴിഞ്ഞിരിക്കുന്നു. 1-0 ലീഡ് ചെയ്യുന്നത് ടീം സുരേഷ് ഗോപി. ഒരു നല്ല കൈയുടെ രണ്ട് ടീമുകൾക്കും ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ച രണ്ട് ടീമുകൾക്കും ഒരു നല്ല കൈയടി. വളരെയധികം തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുത്തന്നെ രാജീവ് പിള്ളയും കൂട്ടരും അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് വരുമെന്നത് തീർച്ചയാണ്. പ്രചോദേട്ടാ, നമുക്ക് നോക്കി കാണാം. ഉണ്ണി ശിവപാല് അടുത്ത റൗണ്ടിൽ കളിക്കുമെന്ന് തോന്നുന്നു. ഉണ്ണിച്ചേട്ടൻ ഇന്നലെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ടിനി അണച്ചിട്ടുണ്ട്. കോട്ടയം നസീർ അവിടെ പ്രാക്ടീസ് നിൽപ്പുണ്ട്. അവിടെ അദ്ദേഹം അടുത്ത പകുതിയിൽ ഇറങ്ങി ഗോളടിക്കും. ഷാജോൺ എന്തൊക്കെയോ മന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുപ്പുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങണോ വേണ്ടയോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അതിന് മുമ്പ് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കൂടി മാത്രമേ നടക്കുന്നു എന്നുള്ളതാണ് കോട്ടയം നസീറിന്റെ പരാതി. ഷാജോൺ എന്താ പറയുന്നത്? ഷാജോൺ ഇവിടെ വരൂ. വിദ്യ, ഒപ്പം തന്നെ വിദ്യയാണ് അവരുടെ ഗോൾ കീപ്പർ. സുരേഷ് ചേട്ടന്റെ കുക്കു, ക്യാപ്റ്റൻ കുക്കു എത്തിയിരിക്കുന്നു. പ്രചോദേട്ടാ, ഇനി എന്തും സംഭവിക്കും. കുക്കു പരമേശ്വരൻ ടീമിന്റെ ഊർജമാണ്. രാവിലെ തൊലേ ടീമുകൾക്ക് പല തന്ത്രങ്ങളും മെനയുന്ന കുക്കു പരമേശ്വരൻ വീണ്ടും റെഡിയായിരിക്കുന്നു.
അത് വാശിയേറിയ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുകയാണ്. ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കണം, ഒരു നല്ല കയ്യടി കൊടുക്കണം. ഷാജു നമ്പർ 4 കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണി ശിവപാൽ നമ്പർ 7 ലാലേട്ടൻ്റെ ടീമിൽ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ നിലവിൽ 1-0 ലീഡ് ചെയ്യുകയാണ് ടീം സുരേഷ് ഗോപി. സോ മമ്മൂട്ടിയുടെ താരങ്ങൾ ക്യാപ്റ്റൻ രാജീവ് പിള്ള ഉൾപ്പെടെ വളരെയധികം വാശിയിലാണ്. വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ഈ മത്സരം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മത്സരത്തെ സമീപിക്കുകയാണ്. എന്തും സംഭവിക്കാം, തീ പാറുന്ന പോരാട്ടം തന്നെ ഇവിടെ നടക്കുമെന്നത് തീർച്ചയാണ്. രണ്ടാം പകുതി അതാ രണ്ടാം പകുതിയിൽ ആദ്യം തന്നെ രാജീവ് പിള്ള ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ ലാലേട്ടന്റെ ടീം നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ടീം വളരെ ഗംഭീരമായ ഒരു ഗോള് നേടിയിരിക്കുകയാണ്. സോ സമാസമമായിരിക്കുന്നു. 1-1 ആദ്യ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു രാജീവ് പിള്ള. അത് ICL ബോൾ ലീവ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അദ്ദേഹം ഇവിടെ ബോൾ ലീവ് ചെയ്തിരിക്കുന്നു. രാജീവ് പിള്ള 1-1 കടുത്ത പോരാട്ടം തന്നെ തുടരുകയാണ്. സോ സിദ്ധാർത്ഥ് മേനോൻ മറ്റൊരു ഗോൾ കൂടി, രണ്ടാമത്തെ ഗോൾ നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നേറുകയാണ്. എന്നാൽ വളരെ നല്ലൊരു പാസ് അവിടെ ഷാജുവിലെത്തുന്നു. സിദ്ധാർത്ഥ് മേനോൻ വീണ്ടും ആ ഒരു ബോൾ ക്ലിയർ ചെയ്യുന്നു. രക്ഷകനായി മാറുകയാണ് അവിടെ സിദ്ധാർത്ഥ് മേനോൻ. നമുക്കറിയാം CCLലെയും നിറസാന്നിധ്യമായിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഈ ഒരു മത്സരത്തിനെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇവിടെ രാജീവ് പിള്ളയുടെ കരുത്തുറ്റ ഷോട്ടുകൾ. മറ്റൊരു ഷോട്ട് കൂടി, ഇതാ മനോഹരമായ ഒരു കോർണർ ത്രോ കിട്ടിയിരിക്കുകയാണ്. ഉണ്ണി ശിവപാൽ മമ്മൂക്ക ടീമിന് വേണ്ടി ഉണ്ണി ശിവപാൽ ആ ത്രോ ഏറ്റെടുത്ത് ചെയ്യുന്നു. രാജീവ് പിള്ള നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചൊരു ഗോൾ അടിച്ചുകൊണ്ട് കളിയുടെ രണ്ടാം പകുതി ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതാ സുരേഷ് ഗോപി ചേട്ടൻ്റെ ടീമുകളും മമ്മൂക്ക ടീമും മത്സരിക്കുന്നു. രണ്ടാമത്തെ ഗോളിനൊരു ഗോൾഡൻ ചാൻസ് ഷാജുവിൻ്റെ ബോൾ കിട്ടിയിരിക്കുകയാണ്. ആ ഉണ്ണി ശിവപാലിൻ്റെ കാലിൽ നിന്ന് ആ ബോൾ മിസ്സായിരിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ്, നല്ല കൈയടി കൊടുക്കണം. ആര് ജയിക്കും? ഏകദേശം കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കൈലാഷ് ഇതാ വീണ്ടും ആ ബോൾ ഇതാ വളരെ മനോഹരമായ ഒരു മുന്നേറ്റമായിരുന്നു സിദ്ധാർത്ഥന്റെ. ഇതാ ഉണ്ണി ശിവപാൽ 7-ാം നമ്പർ ഉണ്ണി ശിവപാൽ ഇതാ ബോളുമായി മുന്നേറുന്നുണ്ട്. സിദ്ധാർത്ഥനെ വെട്ടിച്ചുകൊണ്ട് പോകുമ്പോഴും ഇതാ രാജീവ് പിള്ള വീണ്ടും ഒരു നല്ലൊരു ഡിഫൻഡറായി മുന്നേറുന്നു. ബോൾ ഗ്രൗണ്ടിന് വെളിയിലേക്ക് പോയിരിക്കുകയാണ്. അത് കൈലാഷിന്റെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു. ഇത് രാജീവ് പിള്ള മമ്മൂക്ക ടീമിന് വേണ്ടി ഗുഡ് ഡിഫൻഡറാണ്. ഇത് അദ്ദേഹം പോസ്റ്റിലേക്ക് തന്നെ വീണ്ടും അടിച്ചിരിക്കുന്നു. സഞ്ജു ഒരു നല്ല ഡിഫൻഡോട് കൂടി തന്നെ, നല്ലൊരു ഹെഡറോട് കൂടി തന്നെ ആ ബോൾ അവിടുന്ന് ഇപ്പുറത്തെ പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മണികണ്ഠൻ സിദ്ധാർത്ഥനും ഇതാ ഫോർവേഡിൽ തന്നെ ഉണ്ട്. രാജീവ് പിള്ള എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബോൾ അവിടെ വെക്കൂ, അവരുടെ കയ്യിലേക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോഴും ഇതാ വളരെ ഒരു മുന്നേറ്റം. റഫറി ഇത് കണ്ടോ ഇല്ലയോ എന്ന് രാജീവ് പിള്ള ചോദിക്കുന്നു. വീണ്ടും ആ ബോള് ഇതാ നമ്മുടെ കൈലാഷിന് ഇട്ടുകൊടുത്തു ഷാജു, പക്ഷേ ബോള് മിസ്സായി ഷാജുവിന്. സോ മനോഹരമായ മറ്റൊരു ക്ലിയറൻസ് കൂടി ഇവിടെ രാജീവ് പിള്ളയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനു മുമ്പ് പ്രചോദട്ട നല്ലൊരു ക്ലിയറൻസ് റിയയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു ഏതാണ്ട് ഷുവർ ആയിട്ടുള്ള ഒരു ഗോൾ ആയിരുന്നു അത്. നല്ലൊരു സേവ് കൂടി റിയ. ഒരു നല്ല കൈയടി റിയക്ക്, നല്ലൊരു കൈയടി റിയക്ക്. രാജീവ് പിള്ള മണികണ്ഠനെ രൂക്ഷമായി നോക്കി, നീ എൻ്റെ ബോൾ എടുക്കാറായോടാ എന്നുള്ള നോട്ടത്തിലാണ്. എല്ലാം ഉണ്ട്. ഇതാ മണികണ്ഠ ശ്രദ്ധിച്ച് നിൽക്കൂ. ഷാജുവിന് ബോൾ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. ഷാജു അടുത്ത പോസ്റ്റിലേക്ക് ഇതാ നമ്മുടെ ഉണ്ണി ശിവപാൽ ആ ബോളുമായി മുന്നേറി. കൈലാഷും സഞ്ജുവും ഇതാ മണികണ്ഠൻ ആ ബോളുമായി മുന്നേറുന്നു. അത് മിക്കവാറും ഒരു ഗോൾ ആകാനുള്ള ചാൻസ് ആയിരുന്നു. ഇതാ ഷാജു ഒരു ശ്രമം കൂടി ഇവിടെ. രണ്ട് ടീമുകളും കരുത്തുറ്റ പോരാട്ടം തന്നെ കാഴ്ചവെക്കുകയാണ്. നിലവിൽ സമാസമം 1-1. കോട്ടയം നസീർ അനുകരണ കലയുടെ കോട്ടയം നസീർ ഇന്ന് ഈ കളിക്കളത്തിൽ ആരെ അനുകരിക്കും? മെസ്സിയെ അനുകരിക്കുമോ, റൊണാൾഡോയെ അനുകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം വീറും വാശിയോടുകൂടി തന്നെയാണ്. അതാ തീർച്ചയായിട്ടും പുറത്തുനിന്ന് കളി ഒരുപാട് നന്നായിട്ട് കണ്ട് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് നസീർ ഖാൻ. ഇവിടെ മുന്നേറ്റം. സ്പെക്ടേറ്റേഴ്സ് പ്ലീസ് ബി കെയർഫുൾ. കരുത്തുറ്റ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ശ്രദ്ധാപൂർവം കളി വീക്ഷിക്കുക. ബി സേഫ്. രാജീവ് പിള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രഹരം ഈ സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ഗോളിൽ കലാശിച്ചിരുന്നു. ഇതാ സിദ്ധാർത്ഥ് വീണ്ടും ആ ബോള് പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ കോട്ടയം നസീർ അതിവിദഗ്ധമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ 5-ാം നമ്പറിൽ അദ്ദേഹത്തിന്റെ തിളക്കം അദ്ദേഹം കാണിച്ചിരിക്കുന്നു. ഡിഫൻഡറായി നിൽക്കാൻ രാജീവ് പിള്ള പറയുന്നുണ്ട്. ഇതാ കൈലാഷ് മുന്നേറുന്നു. മണികണ്ഠൻ ആ ബോളിന് പുറകെ ഓടുന്നുണ്ട്, പക്ഷെ അത് വീണ്ടും ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. സോ 1-1 സമാസമമായി നിൽക്കുകയാണ് രണ്ട് ടീമുകളും ഇവിടെ. രാജീവ് പിള്ളയും അതുപോലെ തന്നെ കൊക്കു അവർ തമ്മിലുള്ള പോരാട്ടം കൂടി, രണ്ട് ക്യാപ്റ്റൻസിന്റെ പോരാട്ടം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് മെനോൻ വളരെ നല്ല ക്രിക്കറ്റിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഒരു ഫുട്ബോളിൽ ഈ നല്ലൊരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹം ഒരു ഗോൾ നേടുമോ നോക്കാം. നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ രാജീവ് പിള്ള നിർദ്ദേശം കൊടുക്കുന്നു. അത് വളരെ മനോഹരമായ ഒരു കോർണറാണ്. ഗോൾ പോസ്റ്റ് അടുത്തേക്ക് വന്നു. ഗോളാകുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് അവിടുന്ന് സേഫായി. വീണ്ടും ഭഗത് ആ ബോളുമായി മുന്നേറുകയാണ്. അതാ കോട്ടയം നസീർ ആ ബോൾ സേഫാക്കി, പക്ഷെ അത് വീണ്ടും ഒരു കോർണറിലേക്ക് വന്നിരിക്കുകയാണ്. സഞ്ജു ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ വടംവലി ടീം, അതായത് ടഗ് ഓഫ് വാറിന്റെ ടീം പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് തൊട്ട് പുറകെ വടംവലിയാണ്. ഇതാ രാജീവ് പിള്ള ബോൾ നേരെ അടുത്ത പോസ്റ്റിലേക്ക് അത് വിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഗെയിമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. തീരാൻ ഏകദേശം സമയമാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഇതിഹാസമാണ്. കാൽപന്തുകൾ ഇഷ്ടപ്പെടുന്ന ഇതാ കോട്ടയം നസീർ വീണ്ടും അത് നമ്മുടെ കൈലാഷിലേക്ക് ആ ബോൾ വന്നു. മണികണ്ഠൻ പോസ്റ്റിലേക്ക് ആ ബോളുമായി വന്നിരിക്കുകയാണ്. കൈലാഷ് മുന്നേറുന്നു. ഇതാ സഞ്ജു അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. മണികണ്ഠൻ ഗോൾഡൻ ചാൻസ് ആണ്. റിയ. സോ ടഗ് ഓഫ് വാറിനുള്ള പ്ലെയർ ദേവജിത്ത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വടംവലിയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ദേവജിത്ത് എല്ലാവരും തന്നെ. ടീം മമ്മൂക്ക, അബു സലീം, സ്ഫടികം ജോർജ്, ബാലാജി, മുകുന്ദൻ, ജാഫർ ഇടുക്കി, സന്തോഷ്, കോട്ടയം രമേശ്, ശ്രീകാന്ത് മുരളി, ലാലു അലക്സ്, സലീം ബാവ, അംബിക മോഹൻ, ബീന ആന്റണി, നിഷ സാരംഗ്, ലിസി ജോസ്, ലക്ഷ്മി പ്രിയ, ശ്രിയ രമേശ്. ദേവജിത്ത് ഇവര് എത്രയും പെട്ടെന്ന് എത്തണം. അതുപോലെ തന്നെ ലാലേട്ടൻ ടീം, ഭീമൻ രഘു, മജീദ്, ലാൽ, മനോജ് കെ ജയൻ, ജയകൃഷ്ണൻ, സുരേഷ് കൃഷ്ണ, അനൂപ് ചന്ദ്രൻ, രാമു, രാജീവ് രംഗൻ, ബൈജു വി കെ, മധു മേനോൻ, പൊന്നമ്മ ബാബു, പ്രിയങ്ക അനൂപ്, അൻഷു അരവിന്ദ്, ബിന്ദു വാരാപ്പുഴ, ദീപിക. കളിയുടെ അവസാന നിമിഷത്തിലേക്ക് കിടക്കുകയാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കണം രണ്ട് ടീമുകളും. രണ്ട് ധ്രുവങ്ങൾ കാലുകളിൽ നിന്നും കാലുകളിലേക്ക് വലയിലാക്കുന്നതിലെ വിരുത്. ഒടുവിൽ നീണ്ട മിസ്സിൽ ജയപരാജയങ്ങളുടെ ആരവങ്ങൾ. അരങ്ങൊഴിഞ്ഞ ഗാലറി. ഇതാ നല്ല കൈയ്യടി കൊടുക്കണം. ഏകദേശ സമയം തീരുമ്പോൾ 1-1 മുന്നേറുന്നു നമ്മുടെ സഞ്ജു. അവിടെ നിന്ന് ബോൾ പാസ് ചെയ്ത് കൊണ്ടുവരുന്നു. കൈലാഷ് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് ഒരു കോർണറിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ നമ്മുടെ ടഗ് ഓഫ് വാർ, അതായത് വടംവലിക്കുള്ള മറ്റ് ടീം അംഗങ്ങൾ, ടീം സുരേഷിന്റെ ടീം ബിജു പാപ്പൻ, ബിജു സോപാനം, ദേവൻ, ഇർഷാദ്, കവിരാജ്, ബിജു കുട്ടൻ, കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ്, അപ്പഹാജ, കിരൺ രഞ്ജ്, കുഞ്ഞികൃഷ്ണൻ, ഉഷ ടി ടി, ജീജ സുരേന്ദ്രൻ, ഷബ്നം, മിനി അരുൺ, യമുന ഇവരെല്ലാവരും തന്നെ ബാക്ക് സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മ കുടുംബ സംഗമത്തിന്റെ ആദ്യത്തെ ഫുട്ബോൾ മേളയിൽ സ്കോർ നോക്കുമ്പോൾ മമ്മൂക്ക ടീം 1, സുരേഷ് ഏട്ടൻ ടീം 1. വാശിയേറിയ മത്സരമാണ്. തീരാൻ ഏകദേശം കുറച്ച് സമയം കൂടി ബാക്കിയുള്ളപ്പോൾ സഞ്ജുവിന്റെ കാലിൽ നിന്നും സിദ്ധാർത്ഥ പന്ത് ഇപ്പുറത്തെ പോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജീവ് പിള്ള വിട്ടുകൊടുക്കാതെ ആ ബോളുമായി മുന്നേറുകയാണ്. ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും അത് സൈഡിലേക്ക് തന്നെ മാറിപ്പോയി. ഒരു ചെറിയ ആശ്വാസം വിദ്യയ്ക്കുണ്ട്. കാരണം അത് നേരെ വന്നാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയുമുണ്ട്. ഇതാ സിദ്ധാർത്ഥ ബോളുമായി മുന്നേറുകയാണ്. റിയ നല്ല ടെൻഷനിലാണ്, പക്ഷേ കൈലാഷ് അത് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ജസ്നി ഖാൻ അവിടുന്ന് മാറി നിൽക്കൂ. ബോൾ കൊണ്ടാൽ നമുക്ക് കളിക്കേണ്ടതാണ്. അവിടുന്ന് മാറി നിൽക്കൂ. ഞങ്ങളുടെ പ്രതീക്ഷയാണ് അടുത്തിട്ട്. അതാ രാജീവ് ഡയറക്റ്റ് അടിക്കുന്നു. അത് വിദ്യ വളരെ സേഫായിട്ട് അത് മൈൻഡ് ചെയ്യാതെ വിട്ടു. അല്ലെങ്കിൽ ആ ബോൾ ചിലപ്പോൾ കയ്യിൽ തട്ടി ഗോൾ ആയാനേ എന്നൊരു ആശങ്കയുണ്ട്, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും ചേട്ടാ. വളരെ നല്ല ലോങ് റേഞ്ച് ശ്രമമായിരുന്നു രാജീവ് പിള്ളയുടെ. ആദ്യ സെക്കൻഡ് പാദത്തിൽ നമ്മൾ കണ്ടതാണ്. ആദ്യ പ്രഹരം തന്നെ ഏൽപ്പിച്ചൊരു ഗോൾ നേടിയിരുന്നു. അതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വടംവലി മത്സരത്തിന് മത്സരാർത്ഥികൾ ദേവജിത് എത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജിന്റെ പുറകു വശത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. രാജീവ് വിജയേട്ടൻ വിളിക്കുന്നുണ്ട്. രാജീവിനെ റഫറി വിളിക്കുന്നുണ്ട്.
എന്തോ വിളിക്കുന്നു, സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരെയും അടുത്ത് വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ സമയത്ത് കോട്ടയം നസീർക്കയുടെ ജനാർദ്ദനെ അനുകരിക്കണമെന്ന് പിഷാരടി വേദിയിൽ നിന്ന് പറയുന്നുണ്ട്. ഇത്രയും സമയം ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈദർ പറയുമ്പോൾ ഈ സമയം ജനാർദ്ദൻ തന്നെ അനുകരിച്ചുകൂടെ എന്ന് പിഷാരടിയും ചാക്കോച്ചനും ടൊബീനിയും ഒക്കെ ചോദിക്കും. സൗബിനും നമ്മുടെ പ്രിയപ്പെട്ട ബേസിലും സുരേഷ് ഏട്ടനും എല്ലാവരും വേദിയിൽ നിൽപ്പുണ്ട്. ഒരു കാര്യം പറയട്ടെ. മമ്മൂക്ക അനന്യയുടെ അടുത്ത് വരട്ടെ. ലാലേട്ടൻ ജോമോളേച്ചിയാണ് ലാലേട്ടൻ നോക്കുന്നത്. പ്രജുതട ഈ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മത്സരം. പ്രത്യേകത എന്നത് 3 അവസരമാണ് ഓരോ ടീമിനും ലഭിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമുക്ക് എന്താവെന്ന് നോക്കാം. 2 ടീമും സമം, അതായത് 1-1 നിൽക്കുകയാണ് ഈ മത്സരത്തിന്റെ ഫുൾ ടൈം കഴിഞ്ഞപ്പോൾ. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ തന്നെയാണ്. ആരായിരിക്കും വിജയികളാവുക, വിജയികളായി ഫൈനലിലേക്ക് കടക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ തേടിയെത്തുന്നതാണ്. സുരേഷ് ഗോപി ടീം ആയിരിക്കുമോ അതോ ടീം മമ്മൂക്ക ആയിരിക്കുമോ? നോക്കിക്കാണാം പ്രജോതട. തീർച്ചയായിട്ടും വാശിയേറിയ ഒരു മത്സരമാണ്. ടീം പരസ്പരം തങ്ങളുടെ ആശയങ്ങൾ കൈമാറുന്നുണ്ട്. ഉണ്ണി ശിവപാൽ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഗോളി ഇല്ല എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു പെനാൽറ്റി ഷൂട്ടിന്. അതെ, കൃത്യതയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്കാം, 3 ഗോൾ വീതമാണെന്ന്. സോ 3 അവസരമാണ് ഓരോ ടീമിനും ലഭിക്കുന്നത്. ഗോൾ കീപ്പർ ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെയാണ് കൃത്യത വേണ്ടത്. അതെ, സെൻട്രൽ നിന്നാണ് ബോൾ കിക്ക് ചെയ്ത് പെനാൽറ്റി പോസ്റ്റിലേക്ക് ഇടുന്നത്. അത് 3 അവസരമാണ് തരുന്നത്. അത് 2 എണ്ണം ജെൻസിനും 1 എണ്ണം ലേഡിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ഗോൾ അടിക്കാൻ. ആദ്യത്തെ ചാൻസ് ആർക്കാണെന്ന് നോക്കാം. റഫറി വിജയേട്ടൻ അത് വിസിൽ മുഴക്കുന്നതാണ്. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട കമന്റേറ്ററെ വിളിക്കുന്നുണ്ട്. ആരാണ്, ഏത് ടീമാണ് ആദ്യത്തെ ഗോൾ വലയിലേക്ക് ലക്ഷ്യമിടുന്നത് എന്ന് നോക്കാം. മമ്മൂക്ക ടീമിൻ്റെയാണ് ഗോൾ അടിക്കുവാൻ എത്തുന്നത്. എനിക്ക് തോന്നുന്നു കൈലാഷ് ആണെന്ന് തോന്നുന്നു. കൈലാഷ് എന്തോ ചിന്തിച്ചു വരുന്നുണ്ട്. ഇത് അവിടുന്ന് ഇവിടെ ഇങ്ങോട്ടടിക്കണോ എങ്ങോട്ടടിക്കണമെന്നൊരു ആശയക്കുഴപ്പം. അതാ കൈലാഷ് ഇത് ഗോളാക്കും എന്നൊരു നല്ല കൈയടി. ഇതാ 2ാമത്തെ പെനാൽറ്റി ഷൂട്ട് നമ്മുടെ മമ്മൂക്ക ടീമിന്റെ ആദ്യത്തെ അവസരം. വളരെ നല്ല കൈയടി. ഇത് ഗോളാകുമോ, വലയിൽ വീഴുമോ നമുക്ക് നോക്കാം. ഗോൾ! കൈലാഷ് അത് വളരെ മനോഹരമായി തന്നെ ആ ഗോള് നേടിയെടുത്തിരിക്കുകയാണ് പെനാൽറ്റി ഷൂട്ടിലൂടെ. രാജീവ് പിള്ളയ്ക്ക് സന്തോഷമായി. രാജീവ് പിള്ളയുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ സ്കോർ 2-1 മാറിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ സുരേഷ് ഏട്ടൻ ടീം. അടുത്തത് ദിനേശ് ആണ് എന്ന് തോന്നുന്നു. 6ാം നമ്പറിലെ ദിനേശാണ്. ദിനേശ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആള് നല്ല പുലിയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോയിരുന്നു ഇതിന് മുമ്പ് ഒരു ഗോൾ നേടാമെന്ന്. പക്ഷേ അത് മണികണ്ഠൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഗോളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ലീഡ് നേടിയെടുക്കാൻ സാധിക്കുമോ ദിനേശ് ചേട്ടന്? നോക്കാം. അത്യുജ്വലമായ ഒരു മത്സരം ഇവിടെ. ഒരു നല്ല കൈയടേ. ഇത് ദിനേശിൽ നിന്നും മാറി വിദ്യ ഗോളടിക്കുമെന്ന വാശിയോടുകൂടി ഇതാ വിനു മോഹൻ, ഇതാ വിദ്യ, ഇതാ വിദ്യ 12ാം നമ്പർ വന്നുകൊണ്ട് ദിനേശ് ബോൾ വെച്ചു കൊടുത്തു. അത് 3 ഗോളിൽ ഒരു പെൺകുട്ടി ഒരു ഗോളടിച്ചു അല്ലേ? തീർച്ചയായിട്ടും പെൺകരുത്ത് ടീം സുരേഷ് ഗോപി ടീമിന്റെ പെൺകരുത്ത് ഇവിടെ നേടിക്കുന്നതിനാൽ ഒട്ടും പുറകിലല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയശ്രീ എത്തിയിരിക്കുന്നു. നോക്കാം. ജയശ്രീ ഇപ്പൊ അടിക്കരുത്, റഫറി പറഞ്ഞിട്ടേ അടിക്കാമുള്ളൂ. ഇപ്പൊ 2-2 നിൽക്കുകയാണ്. ജയശ്രീ ഒരു നല്ല കൈ കൊടുക്കാം. ജയശ്രീ അതാ ബോളിലേക്ക്. ഓക്കെ, അപ്പൊ അത് മിസ് ചെയ്തിരിക്കുകയാണ് ജയശ്രീ.
വളരെ നല്ല കോൺസെൻട്രേഷനിൽ ഓടി വന്നുകൊണ്ട് ആ ഒരു കിക്ക് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജയശ്രീ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയട്ടെ, വലയത്തെ ഭേദിക്കാനായില്ല. Here comes മണികണ്ഠൻ. ദിനേശൻ എന്തോ മണികണ്ഠന് പറഞ്ഞു കൊടുക്കും, ഇത് ഗോൾ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരു നല്ല കൈയുടെ ഇതാ. ഓ, ജയശ്രീയുടെ പാത പിന്തുടരുകയായിരുന്നു മണികണ്ഠനും. അതെ. ശ്രദ്ധ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗെയിമായി മാറിയിരിക്കുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ശ്രദ്ധക്കുറവാണോ കാഴ്ചക്കുറവാണോ എന്നറിയില്ല, എങ്കിലും ആ ഗോളിന്റെ പരിസരത്തൂടെ പോയില്ല. രാജീവ് പിള്ള ഇതാ. ഓ, രാജീവ് പിള്ള ആ ഗോൾ അത് മിസ്സാക്കിയിരിക്കുന്നു. കുഴപ്പമില്ല, 3-ാം നമ്പറിൽ രാജീവ് പിള്ള ഗോൾ അടിക്കാൻ വേണ്ടി ഇനി ഓരോ അവസരം കൂടിയേ ഉള്ളൂ. സോ വളരെ ആവേശപ്രദമായ മത്സരം ഇവിടെ വീണ്ടും ടൈ ആയിരിക്കുന്നു പ്രചോദന. യെസ്, അതാ മമ്മക്ക ടീമിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഷാജു ആണെന്ന് തോന്നുന്നു ഗോളടിക്കാൻ വരുന്നത്. ഒരു നല്ല കൈകടി കൊടുക്കണം. അദ്ദേഹം ഈ കോച്ചിങ്ങിന് വേണ്ടി ദുബായിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ഒരാഴ്ച ഈ കോച്ചിങ് ദുബായ് പോയിരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ അല്ല വിഷയം, അവിടെ തിരിച്ചു വന്നതാണ്. ഇത് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതാ സഞ്ജു ആണ് ഇനി അടുത്തത് പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ വരുന്നത്. സുരേഷ് ഗോപിചന്ദ് ടീമിലെ സഞ്ജു ഇതാ പോസ്റ്റ് ലക്ഷ്യമാക്കി നിൽക്കുന്നു. റഫറി അയ്യോ, അത് അവിടെ നിന്ന് മാറിപ്പോയി. ഇനി അതാ നമ്മുടെ രണ്ടാമത്തെ ടേണിങ്ങിൽ ഒരവസരം, ആദ്യത്തെ അവസരം മമ്മൂക്ക ടീമിന് വേണ്ടി ഷാജു ഗോളടിക്കാൻ വരുന്നു. ഷാജു ഇത് ഗോൾ അടിക്കുമെന്ന വാശിയോടുകൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇതാ ഓ, അതും മാറിപ്പോയിരിക്കുന്നു. ഓരോ അവസരങ്ങൾ രണ്ട് ടീമിനും നഷ്ടമായിരിക്കുന്നു. ഇനി അടുത്ത ഒരു അവസരം കൂടിയാണ്. ദിനേശ് ഒരു നല്ല കൈയ്യടി കൊടുക്കാം. അദ്ദേഹം ഇത് ഗോളാക്കും എന്ന വാശിയോടുകൂടി തന്നെയാണ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ ദിനേശ് ഒരു ഗോള് നേടിയിരിക്കുന്നു. ഇനി അടുത്തത് ഗോൾഡൻ ചാൻസ് ആണ്. ഇത് ഒരു ഗോളാകുമ്പോൾ മത്സരം ടൈ ആവും വീണ്ടും. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഒരു കിക്ക് എടുക്കാൻ വരുന്നത് മനസ്സിലാക്കുന്നു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. ഇത് ഗോളാക്കാൻ സാധിക്കുമോ നോക്കിക്കാണാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇതാ വീണ്ടും വീക്കിലായിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ 6 മണി വരെ പോയി കളി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് പ്രചോദനം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ, 6 മണി വരെ ഇങ്ങനെ പോകണം. എന്താ കൈലേഷ്, ടോസ് ഇടാൻ മടക്കില്ല, ഗോളടിച്ചേ പറ്റൂ എന്നുള്ള വാശിയോട് കൂടിയാണ് ഞങ്ങൾ. ഒരു രക്ഷയില്ല, നിങ്ങളുടെ അണപ്പ് ഞങ്ങൾ നോക്കില്ല, ഒരു കളിക്കൂ. ഓക്കെ, ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവിടെ പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമുകളും. ഇരു ടീമുകളും ചർച്ചയിലാണ്. കുക്കു പരമേശ്വരൻ ആകെ ടെൻഷനിലാണ്. ടോസാണ്. ഈ ടോസ് അത് ഒരു ടോസിലൂടെയാണ് മത്സരം ചർച്ച ചെയ്ത് അവർ ടോസ് നിർണയത്തിലൂടെ നമ്മുടെ സുരേഷ് ഗോപി ടീം വിജയിച്ചിരിക്കുകയാണ്. അവർ നല്ല കൈയടി അവർക്ക് കൊടുക്കാം. ടോസിലൂടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിചന്ദ് ടീം, നമ്മുടെ ഭഗത് അടങ്ങിയ ടീം, പ്രിയപ്പെട്ട ദിനേശ് അടങ്ങിയ ടീം, സഞ്ജു അടങ്ങിയ ടീം, അങ്ങനെ ടോസിലൂടെ അവർ വിജയിച്ചിരിക്കുകയാണ്. അല്ല പ്രജോത്തേട്ടാ, ഇതിനകത്തൊരു ടീം മമ്മൂട്ടിക്ക് ഒട്ടും തന്നെ സങ്കടപ്പെടുന്ന കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് മാച്ച് മിസ്സായി പോയി എങ്കിലും അവർക്കൊരു അവസരം കൂടി ഉണ്ട് എന്നതാണ്. ടീം, അത് ലാലേട്ടന്റെ ടീമുമായിട്ടൊരു മത്സരം കൂടിയുണ്ട്. അത് വിജയിച്ചാൽ ഫൈനലിൽ ഇവരെ തന്നെ കിട്ടും. അതെ, തീർച്ചയായിട്ടും. കാരണം ടിനിക്കൊരു ഗോൾ അടിക്കാൻ പറ്റില്ല എന്നൊരു വിഷയം മാത്രമേ നമുക്കുള്ളൂ. ടിനിയുടെ ഒരു മനോഹരമായ ഗോൾ കാണാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും അടുത്ത മത്സരം പ്രിയപ്പെട്ട ലാലേട്ടൻ ടീം ഇറങ്ങുകയാണ്. MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. ചിക്കൻ കറിയാ ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അജ്മി ചിക്കൻ മസാല, വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking.
Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.